നമുക്കിന്ന് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കുക. അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടെ ഞാൻ മുട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവായും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമുക്കിതൊന്ന് മൂത്ത് ചേർക്കാം. ഒന്ന് ചുമന്ന് വരട്ടെ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കോട്ടയം സ്റ്റൈലിലും ഫിഷ് കറി ഉണ്ടാക്കി കാണിക്കാമെന്ന്. ഓക്കെ, മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് മൂത്ത് വരട്ടെ. ചിലർ ഇത് വെള്ളത്തിൽ, മുളക് പൊടി വെള്ളത്തിൽ പുരട്ടിയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ചേർക്കുന്നവരുണ്ട്. ഐഡിയലി നമ്മുടെ കോട്ടയം സ്റ്റൈല് മീൻകറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ ഒരു മണം നമുക്ക് കിട്ടും. ആ സമയത്ത് കരിഞ്ഞു പോകാൻ നോക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുളക് പൊടി ഇവിടെ മൂത്ത് വന്നിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഞാൻ 2 വാളം കുടംപുളി നമ്മുടെ ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരപ്പ് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് തിളച്ച് മീൻ കഷ്ണങ്ങളൊന്ന് വെന്ത് വരട്ടെ. ഞാനിവിടെ കട്ല ഫിഷാണ് എടുത്തത്. അത് വലിയ കഷ്ണങ്ങളായിട്ട് 4 കഷ്ണങ്ങളായിട്ടുണ്ട്. പിന്നെ തലയുണ്ട്. വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം. തിളച്ച് കിട്ടും. മീനായതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. ഇതൊന്ന് നോക്കാം. ഞാൻ തലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കുറവാണ്. ഒരിച്ചിരി ഉപ്പ് കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ള് കായം കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ ആരും ചേർത്ത് കൊടുക്കാത്തതാണ്, പക്ഷേ അതുകൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുമേ. അതുകൊണ്ടാണ് ഒരു നുള്ളിട്ടിടുന്നുണ്ട്. ഒരു നുള്ളി, ഇത്രയും മതി. അല്ലെങ്കിൽ നമുക്ക് കഴിച്ചു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പറ്റി വരട്ടെ. മീനായതുകൊണ്ട് പെട്ടെന്ന് വേഗം കിട്ടും. ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ച് വരട്ടെ. അതുപോലെ ഇന്ന് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. പറ്റിയോ ഇല്ലയോ എന്ന് തുറന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ കഷ്ണത്തിൽ പിന്നെ വെന്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തൊടരുതേ. അത് പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. ഇച്ചിരിയും കൂടെ ഒന്ന് പറ്റിക്കോട്ടെ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരപ്പിൻ്റെ നേർക്കയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടിയാണെങ്കിലും പാത്രമാണെങ്കിലും ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. സ്പൂണിട്ട് ഒരിക്കലും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടരുത്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ ഫിഷ് കറി റെഡി ആയി കഴിഞ്ഞു. ചൂടുള്ളതുകൊണ്ട് ഇപ്പം നമ്മുടെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, 2 വെളിച്ചെണ്ണ ഇരിക്കുന്നു. വെളിച്ചെണ്ണ CBCയുടെ വെളിച്ചെണ്ണ. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റീം
ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറിയുടെ റെഡിയായി കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീൻകറി നാളത്തേനെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഒന്നുകൂടെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും. ഓക്കെ, അപ്പം ഞാനിത് നാളെ എടുക്കത്തുള്ളൂ. ഇപ്പം നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു. സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ കടല ഫിഷിന് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഫിഷാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. നമുക്ക് ഈ ചാറും കൂട്ടി വെച്ചിട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പറയണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Bye.